ഞങ്ങൾ ഒരു ഹൗസ് വാമിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ വയലോട്ട് വൈരിഘാതകൻ ഭഗവതി ക്ഷേത്രവും താണ്ടി ഞങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി. ഈ കാണുന്ന വീട്ടിലേക്കാണ് ഞങ്ങളുടെ വരവ്. പ്രിയ സുഹൃത്തുക്കളെല്ലാം അവിടെ നേരത്തെ തന്നെ ഇടം പിടിച്ചിരുന്നു. വന്നപാടെ വീടും പരിസരവും ചുറ്റിക്കാണാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തി. അതിനിടയിലാണ് വീട്ടുടമസ്ഥർ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിദേശത്തായിരുന്ന ഇവർ ഹൗസ് വാമിങ്ങിനായി നാട്ടിലേക്ക് വന്നതാണ്. കുട്ടികളെല്ലാം ബെഡിൽ കിടന്ന് മലക്കം മറിയുന്നുണ്ടായിരുന്നു. സുഹൃത്തിന്റെ ഫാമിലിക്കു നേരെ എന്റെ ക്യാമറ കണ്ണ് സഞ്ചരിച്ചു. ഒറ്റ ഷോട്ടിൽ എല്ലാ സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്താം എന്ന രീതിയിൽ എല്ലാ സുഹൃത്തുക്കളെയും മുകളിലേക്ക് കയറ്റി നിർത്തി അവിടെ നിന്ന് ഓരോരുത്തരോടായി ഇറങ്ങി വരാൻ ഞാൻ നിർദ്ദേശിച്ചു. എന്റെ ഈ ക്ലാസ്മേറ്റ്സ് സ്കൂളിൽ ടീച്ചർ പറയുന്നത് അനുസരിക്കും പോലെ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചു. ഇവരെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് അത്യാവശ്യം പ്രായമുണ്ടെന്ന്. എന്റെ മനസ്സിൽ ഞാനിപ്പോഴും ഒരു 8ാം ക്ലാസ്സുകാരനാണ്. പുറത്ത് ഗാനമേളയും ഡാൻസും തകർക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഡാൻസും ഗാനമേളയും ഭക്ഷണവും ആസ്വദിച്ചു. മണികൃഷ്ണന്റെ പാമ്പാട്ടിയുടെ നൃത്തവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പിടക്കോഴി മണ്ണ് ചിന്തുന്നത് പോലെയുള്ള ഡാൻസും ശ്രദ്ധേയമായിരുന്നു. ഇതൊക്കെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കാനും കൂടെ ആളുകളുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും നന്നായി ആസ്വദിക്കുന്നതായി തോന്നി. ഇത് കണ്ടുനിന്ന ഞങ്ങളെല്ലാവരും ഉത്സാഹകുൽസിതരായി.